السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على أفضل رسول الله وآله وصحبه وعطرته ومن والاه وبعد. വളരെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരികളെ, ضيوفنا الكرام، نرحب بكم ترحيبا حارا بهذا الحرم الجامعي، ونسأل الله لنا جميعا التوفيق والسداد. وبعد. ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നത് ഉണർവജനകമാണ്. ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗം ജീവിതമാണ്. ജീവിതവുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇബാദത്തുകളുണ്ട്, നമസ്കാരവും മറ്റും. നമസ്കാരത്തിന് അതാണ് വലിയ ഇബാദത്ത്. ഒരു ദിവസം നമ്മൾ നിർബന്ധമായി മാറ്റിവെക്കേണ്ടത് ഏകദേശം 1/2 മണിക്കൂറാണ്. നോമ്പുണ്ട്, വർഷത്തിൽ ഒരിക്കൽ മാത്രം. സക്കാത്ത് കൊടുക്കണം, ഉള്ളവർ മാത്രം. ഉള്ളവർ ഇല്ലാത്തവർക്ക് നിർബന്ധ സക്കാത്ത് മാത്രം കൊടുത്താൽ പോരാ, ഇതിലപ്പുറവും ബാധ്യതകളുണ്ട്. ധനത്തിൽ ജീവിതമാണ് പ്രശ്നം. ഹജ്ജുണ്ട്, അത് ജീവിതത്തിൽ പറ്റുമെങ്കിൽ ഒരിക്കൽ മാത്രം. ദീൻ മനുഷ്യന്റെ ജീവിതത്തിൽ വളരെ കുറച്ച് ഇടപെടുന്നുള്ളൂ. നിസ്കാരത്തെ പറ്റി പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ എന്നാണ്. ഫഹ്ശാഇ മുൻകർ എന്ന പദങ്ങൾ വലിയ അളവിൽ മനുഷ്യന്റെ സാമൂഹിക ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. വ്യക്തി എന്ന നിലക്ക് അവശേഷിക്കുന്നത് ഖുശൂഅാണ്, ഭക്തിയാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. അപ്പോ മനുഷ്യൻ സാമൂഹിക ജീവിയായി നല്ലത് ശ്ലീലതകളുടെ അതിർവരമ്പുകൾ പാലിച്ച് അശ്ലീലതകളൊക്കെ ഒഴിവാക്കി സ്രഷ്ടാവായ അള്ളാഹുവിനെ ഭക്തിപൂർവം ഓർത്ത് ശാന്തമായിട്ട് ജീവിക്കുക. ഖുർആൻ ജീവിത കാര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ സാമ്പത്തിക ക്രയ വിക്രയങ്ങളെ സംബന്ധിച്ച് വളരെ കുറച്ച് പറയുന്നുള്ളൂ. ഏതാനും ആയത്തുകൾ മാത്രം. ഈ ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്തുകൊണ്ട് ചില ശാസനകൾ എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എങ്ങനെയും പണം ഉണ്ടാക്കണം, ജീവിതം ആസ്വദിക്കണം എന്നതാണ് പുതിയ കാഴ്ചപ്പാട്. എങ്ങനെ സമ്പാദിച്ചു, എവിടെ ചെലവഴിക്കുന്നു എന്നത് പ്രധാനമാണ്. ഹദീസ് നബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ്. സമ്പാദിക്കുമ്പോ സമ്പാദനമാണല്ലോ ഒന്നാമത്തെ കാര്യം. എങ്ങനെയൊക്കെ ആവണമെന്ന് വളരെ കുറച്ച് സംസാരിച്ച സമയത്തൊക്കെ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. യംഹഖുല്ലാഹു റിബ വയുർബി സദഖാത്ത്. പലിശയെ അള്ളാഹു ഇല്ലായ്മ ചെയ്യും, സദഖയെ വളർത്തും. ദാനധർമ്മമാണ് ചെയ്യേണ്ടത്, പലിശ ഉപേക്ഷിക്കേണ്ടതാണ്. വഇൻ തുബ്തും ഫലൗക്കും റൂഉസു അംവാലിക്കും.
പലിശ വാങ്ങുക എന്ന തെറ്റ് ചെയ്താൽ അത് തിരുത്തണം. മൂലധനം കഴിച്ച് ബാക്കിയൊക്കെ, മൂലധനം നിങ്ങളുടേതാണ്, ബാക്കി ഒഴിവാക്കണം. ഈ പലിശയെ പറ്റി ഖുർആൻ പറഞ്ഞത് ലാ തഅ്കുലു അംവാലക്കും ബൈനക്കും ബിൽ ബാത്തിൽ എന്നാണ്. നിങ്ങൾ പരസ്പരം ധനം കൊടുക്കുന്നത് വാങ്ങുന്നത് സാധുവായ രീതിയിലായിരിക്കണം. ബാത്തിൽ അസാധുവായ രീതിശാസ്ത്രങ്ങൾ പാടില്ല എന്നാണ്. മറ്റൊരിടത്ത് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് പരസ്പരം തൃപ്തിയോടെയായിരിക്കണം ക്രയവിക്രയങ്ങൾ എന്നാണ്. ലാ തഅ്കുലു സാധുവാണ് ഈ കൊടുക്കൽ, ഈ വാങ്ങൽ എന്ന് ഉറപ്പുവരുത്തി മാത്രമാണ് അത് ചെയ്യേണ്ടത്. മറ്റൊരിടത്ത് പരിശുദ്ധ ഖുർആൻ അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ എന്ന് പറഞ്ഞിട്ടുണ്ട്. കച്ചവടം പറ്റും, പലിശ പറ്റില്ല. ലിതഅ്കുലു അംവാലന്നാസി ബിൽ ബാത്തിൽ എന്ന് മറ്റൊരിടത്ത് പറഞ്ഞിട്ടുണ്ട്. ആളുകളുടെ ധനം ചൂഷണം ചെയ്യുന്നത് സാധുവായ പരസ്പരം സ്വീകാര്യമായ നിയമങ്ങളും രീതികളും അനുസരിച്ചായിരിക്കണം. ഏകദേശം എത്രയൊക്കെയാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഈ രീതികൾ, ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ അള്ളാഹുവിന്റെ റസൂൽ നേരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ട് അതൊക്കെ സ്വാംശീകരിച്ച് പരിശുദ്ധ ഫിഖ്ഹ് പരമാവധി നമുക്ക് പല തരത്തിലും വികസിപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ ക്രയവിക്രയങ്ങളുടെ രീതികൾ സംബന്ധിച്ച് സംസാരിച്ചിട്ടുണ്ട്. ആ രീതികളൊക്കെ അവയുടെ നിദാനങ്ങൾ സഹിതമാണ് വിശദീകരിക്കപ്പെട്ടിട്ടുള്ളത്. ചില ഉസൂലുണ്ട്. ആ ഉസൂല് ഇത് ഡൈനാമിക് ആയിട്ട് എല്ലാ സമയത്തും മനുഷ്യന്റെ ബുദ്ധിപരമായ വികാസം അത് ഏറെ ഏശിക സാമ്പത്തിക രംഗത്താണ്. ആ വികാസത്തിനനുസരിച്ച് ബാത്തിൽ വരരുത്, പലിശ വരരുത് തുടങ്ങിയിട്ടുള്ള പ്രധാന കാര്യങ്ങൾ പരിപാലിച്ചുകൊണ്ട് മനുഷ്യന് ആശ്വാസത്തിൽ സമാധാനത്തിൽ ജീവിച്ച് മുന്നോട്ട് പോകാവുന്നതാണ്. അത്രയൊക്കെ ഈ കാര്യത്തിൽ പറയാനുള്ളൂ. പൊതുവെ ഭൂമിയിലുള്ള വിഭവങ്ങളൊക്കെ അള്ളാഹു മനുഷ്യർക്ക് പൊതുവായിട്ട് അനുഭവിക്കാൻ വേണ്ടിയാണ് ലഭ്യമാക്കിയിട്ടുള്ളത്. ഖലഖ ലക്കും മാ ഫിൽ അർളി ജമീഅൻ. ഈ ഭൂമിയിലുള്ളതൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി വേണ്ടിയാണ്. അതിന് ആ എല്ലാവരും കൂടി അത് അനുഭവിക്കുമ്പോൾ, കൊടുക്കുമ്പോൾ, വാങ്ങുമ്പോൾ ചില സാധുവായ രീതിശാസ്ത്രങ്ങൾ വേണം. അതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് ലിയത്തഖിദ ബഅദുകും ബഅദൻ സിഖ്രിയൻ. അതിലൊരു വിധേയപ്പെടൽ വരും. ഒരു മുതലാളി തൊഴിലാളി, ഒരു തൊഴിലാളി തൊഴിലുടമ എന്ന ഒരു രീതി വരും. ലിയത്തഖിദ ബഅദുകും ബഅദൻ സിഖ്രിയൻ. അപ്പൊ മനുഷ്യനെ ആശ്രയിച്ച് പരസ്പരം ധാരണയില് അക്ലു അംവാലിന്നാസി ബിൽ ബാത്തിൽ. ഇപ്പൊ കച്ചവടത്തിലാകുമ്പോ ഈ റഅ്സുൽ മാല്, മൂലധനം അത് സംരക്ഷിക്കപ്പെടണം. സക്കാത്തിനെ പറ്റി തന്നെ പറയപ്പെടുന്നിടത്ത് കാണാം, ചില രീതികൾ സ്വീകരിച്ചാൽ സക്കാത്ത് മൂലധനത്തെ തിന്നുമെന്ന്. മൂലധനം അത് വികസനപരമായ പ്രക്രിയകൾക്ക് ഉപയോഗിച്ചില്ല എങ്കിൽ സക്കാത്ത് അതിനെ ഹനിച്ച് ഇല്ലാതെയാക്കുമെന്ന് പരിശുദ്ധ ഫിഖ്ഹ് ചിലയിടത്ത് പരാമർശിച്ചിട്ടുണ്ട്. അപ്പൊ മനുഷ്യൻ ശരിയായ വിധത്തിൽ ആരും ആരെയും
ഒന്നാകെ വിഴുങ്ങാതെ എന്നാൽ സിഹ്രിയാക്കിയിട്ട് അല്ലെങ്കിൽ പരസ്പരം വിധേയപ്പെട്ട് ജോലി ചെയ്ത് സഹായിച്ച് കൊടുത്ത് വാങ്ങി അങ്ങനെയൊക്കെ ശാന്തമായിട്ട് ജീവിക്കണം. അങ്ങനെ ജീവിക്കുന്നതിന് ഒരിടത്തും എങ്ങനെയും പരിശുദ്ധ ഇസ്ലാം തടസ്സമല്ല. ഫിഖ് അത് പൂർണാർത്ഥത്തിൽ ഗ്രഹിക്കാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാം തടസ്സമായിട്ട് നമുക്ക് തോന്നും. ഫഹ്മിനാണ് പ്രാധാന്യം. ഉമർ റളിയല്ലാഹു അൻഹു ഗവർണറുടെ ജോലി ഏൽപ്പിച്ചിട്ട് പറഞ്ഞയക്കുന്ന ആളെ മുആദ് വരെ മറ്റേ പറഞ്ഞയക്കുമ്പോ പറയുന്നുണ്ട് അൽഫഹം, ഗ്രഹിക്കണം. ഫിഖ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഗ്രഹിക്കുക എന്നാണ്. ഗ്രഹിക്കൽ വേറെയാണ്, ഏറ്റുപറച്ചിലും മനനം ചെയ്യലും വേറെയാണ്. ഫിഖ് എന്ന് പറയുന്ന കാര്യം തന്നെ അതിന് ഉപയോഗിച്ചിട്ടുള്ള പദം തന്നെ ഫഹ്ം എന്നാണ്, അല്ലെങ്കിൽ ഫിഖ് എന്നാണ്. മനുഷ്യൻ അത് ഗ്രഹിക്കാൻ പറ്റണം. എന്തുകൊണ്ട് എന്നൊരു ചോദ്യം അവിടെ എപ്പോഴും. ഹജ്ജ് വേളയിൽ ഒരു സ്ത്രീ നബിയോട് ചോദിച്ചു, ഉപ്പ മരിച്ചിരിക്കുന്നു, ഉപ്പയുടെ ഹജ്ജ് എനിക്ക് ഖളാ വീട്ടാമോ? പാപ്പാക്ക് വേണ്ടി എനിക്ക് ഹജ്ജ് ചെയ്യാൻ പറ്റുമോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിന് മറുപടി പറയാതെ ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കുകയാണ് ചെയ്തത്. നിന്റെ ഉപ്പ ആർക്കെങ്കിലും പണം കൊടുക്കാനുണ്ടെങ്കിൽ, കടമുണ്ടെങ്കിൽ അത് തീർക്കുമോ? സ്ത്രീ പറഞ്ഞു തീർക്കും. എങ്കിൽ അള്ളാഹുവിന്റെ കടമയല്ലേ ആദ്യം തീർക്കേണ്ടത്. അപ്പൊ ഗ്രഹിച്ച് മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ നീങ്ങുമ്പോ, പിന്നെ ഈ ഇസ്ലാമില് ഐച്ഛികമായ കുറെ കാര്യങ്ങളുണ്ട്, കുറെ സുന്നത്തായ കാര്യങ്ങൾ. അത് നമ്മൾ സ്വന്തമായിട്ട് തെരഞ്ഞെടുത്ത് നമ്മുടെ ഒരു ഇച്ഛ അനുസരിച്ച് നമ്മൾ അനുഷ്ഠിക്കുന്നതാണ്. ഇസ്ലാമിന്റെ കോർ എന്ന് പറയുന്നത് ഇബാദത്തുകളെ പറ്റി ഞാൻ നേരത്തെ പറഞ്ഞു. മുആമലാത്തിന്റെ കാര്യം എങ്ങനെയാണ്? അതില് ജീവിതത്തിന്റെ നൈരന്തര്യത്തെ തടസ്സപ്പെടുത്തുന്ന തരത്തിലുള്ള ഒന്നുമില്ല. ഇപ്പോ നമ്മൾ സാധാരണ ബാങ്കുകളിൽ പണം നിക്ഷേപിക്കാറുണ്ട്. ഇങ്ങനെ നിക്ഷേപിക്കപ്പെടുന്ന പണം പെരുക്കുമ്പോ കോടാനകോടികൾ ഇങ്ങനെ നിശ്ചലമായിട്ട് ബാങ്കുകളിൽ കിടക്കുന്നുണ്ട്. അതെന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് പരിശുദ്ധ ദീൻ വളരെ വ്യക്തമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതൊക്കെ അവയുടെ തനത് സോഴ്സുകൾ ചുകഞ്ഞന്വേഷിച്ച് നമ്മൾ കണ്ടെത്തേണ്ടതാണ്. നമ്മൾ അത് കണ്ടെത്തുന്നതിന് പകരം ഇസ്ലാം റിജിഡാണ് എന്ന് പറയുകയോ വരുത്തി തീർക്കുകയോ ചെയ്യുന്നത് അബദ്ധാണ്. പരിഹാരങ്ങളുണ്ട്. ഇപ്പോ ഇന്ന് നമ്മുടെ നാട് അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം, അത് പലരുടെയും സംസാരത്തിൽ ഇവിടെ പറയപ്പെട്ടു. ഇൻഷുറൻസ് ഉദാഹരണം. ഇവിടുത്തെ പ്രധാന ആശുപത്രികളൊക്കെ ബഹുരാഷ്ട്ര കമ്പനികൾക്ക് കൈമാറപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് നല്ല ചികിത്സ, സർക്കാർ സംവിധാനങ്ങൾക്ക് പരിമിതികളുണ്ട് എന്ന കാര്യം എല്ലാവർക്കും അറിയാം. വിദ്യാഭ്യാസ രംഗത്താവട്ടെ, ആരോഗ്യ രംഗത്താവട്ടെ. അപ്പൊ സ്വകാര്യ മേഖലയെ നമ്മൾ ആശ്രയിക്കാതെ പറ്റില്ല. അങ്ങനെ വരുമ്പോ ഇതൊക്കെ ബഹുരാഷ്ട്ര കുത്തകകൾ, കമ്പനികൾ കൈക്കലാക്കുമ്പോ പിന്നെ നമ്മൾ എങ്ങനെ അതിജീവിക്കും? ഇത് സംബന്ധിച്ച് നമ്മൾ വളരെ വ്യക്തമായ വിധിയും തീർപ്പും അന്വേഷിച്ചു നോക്കേണ്ടതാണ്. ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഇവിടെ പറയപ്പെട്ടതുപോലെ പഴയ ചില ഫിഖഹിന്റെ കിതാബുകളിൽ ഒക്കെ പരാമർശിക്കപ്പെട്ടിട്ടുള്ള തകാഫുൽ രീതിയാണ് അതിന്റെ അടിസ്ഥാനം എന്ന് വരുന്നു. ഈ തകാഫുൽ രീതിയിൽ ഈ ഇടപാട് രൂപത്തെ കാണുന്നതിന് പകരം ആ രീതിയിൽ വല്ല ആശ്വാസവും ആളുകൾക്ക് മുന്നോട്ട് പോകുന്നതിന് കൊടുക്കാൻ പറ്റുമോ എന്ന് കണ്ടെത്തുന്നതിന് പകരം വാതിലടക്കുന്ന രീതി. പണ്ഡിതന്റെ ധർമ്മം അതാണ്.
പ്രമാണബദ്ധമായിട്ട് ആളുകൾക്ക് മുന്നോട്ട് പോകാനുള്ള വഴികൾ കാണിച്ചു കൊടുക്കുക. ഒരിടത്ത് ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതുപോലെ, അത് ഇമാം മാലിക് റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞതായിട്ട് ഒക്കെ കാണുന്നുണ്ട്. വഅമ്മൽ ഹദ്റു അല്ലെങ്കിൽ വഅമ്മൽ ഹറാമു വഅമ്മൽ തഹ്രീമു ഫയുഹ്സിനുഹു കുല്ലു വാഹിദിൻ. കാര്യം മനസ്സിലാക്കുന്നതിന് മുമ്പ് പറ്റുകയില്ല, നിഷിദ്ധമാണ് എന്ന് പറയാൻ എല്ലാവർക്കും പറ്റും. വേണ്ടത് അതല്ലല്ലോ. ഇതിപ്പോ നമ്മൾ ഈ സ്ഥാപനം നടത്തുന്ന സെമിനാറാണ്. എറണാകുളത്ത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സംസ്ഥാന വഫിയ ഫെസ്റ്റ് നടന്നപ്പോ ഇൻഷുറൻസ് സംബന്ധിച്ച് ചർച്ചയുണ്ടായിരുന്നു. വളരെ പണ്ഡിതോചിതമായി ആ വിഷയത്തില് ചില കണ്ടെത്തലുകൾ എന്ന് തന്നെ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് നടന്നു. ഇൻഷുറൻസ് പാടില്ല എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് പാടില്ല? ഫഹ്മിന് നമ്മൾ വളരെ പിശുക്കിലാണ് അഡ്മിഷൻ കൊടുക്കുന്നത്. പലിശയാണ്. പേടിച്ചു, എല്ലാവരും പറഞ്ഞു പലിശയാണല്ലോ, എന്നാ പിന്നെ പാടില്ല. പക്ഷെ പലിശ ആകുന്നത് എങ്ങനെ? ഇൻഷുറൻസിൽ പലിശ എങ്ങനെയാണ് കടന്നു വരുന്നത്? പന്തയമാണ്. എങ്ങനെയാണ് ഇൻഷുറൻസിൽ പന്തയം കടന്നു വരുന്നത്? ഭാഗ്യ പരീക്ഷണമാണ്. അതെങ്ങനെ അതിൽ കടന്നു വരും? ആളെ പറ്റിക്കലാണ്. എവിടെ പറ്റിക്കൽ? ഇതൊക്കെ ചർച്ചാ വിഷയമായി. അങ്ങനെ വന്നപ്പോ ആശ്വാസത്തിന്റെ വഴിയാണ് കണ്ടെത്താൻ പറ്റിയത്. അതിന്റെയൊക്കെ വിശദാംശങ്ങളിലേക്ക് ഞാൻ ഈ സംസാരത്തിൽ കടക്കണില്ല. അതിന് ഇത് പിന്നെ മതിയായ സമയമല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, മുന്നോട്ട് പോകുമ്പോ നമ്മൾ ഫിഖ് പഠിക്കുമ്പോ വിശകലനം ചെയ്യുമ്പോ പറയപ്പെടുന്നു, ഇപ്പൊ ഈ പറഞ്ഞതുപോലെ പന്തയമാണ്. എവിടെ പന്തയം? പന്തയത്തെ കുറിച്ച് വിശദമായി പഠിക്കണം. എന്നിട്ട് എല്ലാ ഘടകങ്ങളും പന്തയത്തിന്റെ അല്ലെങ്കിൽ ഏതെങ്കിലും ഘടകങ്ങൾ ഇതിൽ വരുന്നുണ്ടോ? അല്ലെങ്കിൽ വഞ്ചനയാണ്. ഇൻഷുറൻസിൽ ഒരാൾ പണം നിക്ഷേപിക്കുന്നത്, കമ്പനിയുടെ അടുത്ത് പണം കൊടുക്കുന്നത് ലോട്ടറി എടുക്കുന്നത് പോലെയാണ്. എങ്ങനെയെങ്കിലും കിട്ടട്ടെ എന്നല്ലല്ലോ. ലോട്ടറി നമ്മൾ വാങ്ങുമ്പോ, ടിക്കറ്റ് വാങ്ങുമ്പോ എത്ര കോടിയാണ് ഓഫർ ചെയ്യപ്പെടുന്നത്, അത് എങ്ങനെയെങ്കിലും എനിക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. നേരെ മറിച്ച് ഇൻഷുറൻസിന്റെ പ്രീമിയം ഒരു കമ്പനിയിൽ അതിന്റെ തുക അടക്കുന്ന ഒരാള് അവരുടെ കയ്യിൽ നിന്ന് കുറച്ച് പണം കിട്ടാൻ വേണ്ടി എങ്ങനെയെങ്കിലും എനിക്ക് രോഗം വരട്ടെ എന്ന് ആരെങ്കിലും ആഗ്രഹിക്കും. അപ്പൊ മനുഷ്യന്റെ വളരെ ലളിതമായ സാമാന്യ ബുദ്ധി കൊണ്ട് തന്നെ അവന് മനസ്സിലാക്കാൻ പറ്റും അത് രണ്ടും വേർതിരിയുന്നുണ്ട്. ചുരുക്കത്തിൽ പലിശയുടെ കാര്യവും മറ്റു ഖിമാറ് അല്ലെങ്കിൽ പന്തയത്തിന്റെ കാര്യമൊക്കെ അത് തന്നെ. അതൊക്കെ വിശകലനം നടക്കേണ്ടതാണ്. ലളിതമായി ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഗം പറഞ്ഞേ ഉള്ളൂ. അപ്പൊ നമ്മള് ഇതൊക്കെ മറ്റൊരു പ്രശ്നമാണ് ഞാൻ പറയുന്നതിലൂടെ പിന്നെ പുറത്തു കൊണ്ടുവരാൻ വിചാരിക്കുന്നത്. അത് പറഞ്ഞേ മതിയാക്കുകയാണ്. നമ്മൾ മുസ്ലിംകള് ഇപ്പൊ സെമിനാറിന് വരുന്നത്, സെമിനാർ സംഘടിപ്പിക്കുന്നത്, അത് വരാൻ വേണ്ടി വരുന്നു, സംഘടിപ്പിക്കാൻ വേണ്ടി സംഘടിപ്പിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് അടിസ്ഥാനപരമായിട്ട് നമ്മൾ അഭിമുഖീകരിക്കുന്ന ചില പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾ മറികടന്നു പോകാനുള്ള മുഖലസായ അള്ളാഹുവേ എന്ന പ്രാർത്ഥനയോടുകൂടിയുള്ള ഒരു ശ്രമമായിട്ടാണ് നമ്മൾ ഇതിനൊക്കെ കാണേണ്ടത്. ഇവിടെ ആരെങ്കിലും ഒരു അന്തിമ വിധി പ്രസ്താവിക്കുന്നുണ്ടോ ഇല്ലേ എന്നതിന്റെ അപ്പുറത്ത് തീവ്രമായ ഒരു അന്വേഷണം നടക്കൽ ആവശ്യമാണ്. ലോകത്ത് ഇപ്പൊ നമ്മളെ പോലെ പലിശയെ അകറ്റി നിർത്തുന്ന വ്യവസ്ഥിതിയാണ് കമ്മ്യൂണിസം. അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. നമ്മള് പറയുന്ന പലിശ വിപാടനം അത് പരിപാലിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട്. വലിയ രാജ്യങ്ങൾ പലരും അവരുടെ വലിയ ബാങ്കുകളിലൊക്കെ ഇസ്ലാമിക് ബാങ്കിങ് വിൻഡോകൾ തുറന്നു വെച്ചിട്ടുണ്ട്. അപ്പൊ അത് പ്രായോഗികമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പ്രായോഗികമായിട്ട് പിന്നെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തിയിട്ട് മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുന്നതിന് പകരം എല്ലാ വാതിലുകളും ഒരു ഭാഗത്തുനിന്ന് ഇങ്ങനെ അടച്ച് നമ്മൾ ഇങ്ങനെ പിന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ലോകാടിസ്ഥാനത്തിൽ.
ഇതിപ്പോ ഞാൻ പറയുന്നത് നമ്മളിപ്പോ ഒരു ചെറിയ വളരെ ഒരു ചെറിയ പ്രദേശത്താണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വ്യക്തിബന്ധം ഉണ്ടെങ്കിൽ ഈ ബാങ്കുകളിലും മറ്റൊക്കെ ചെന്ന് അന്വേഷിച്ചാല് നമ്മുടെ പണം എത്രയാണ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നിശ്ചലമായി കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ രീതികൾ പരമാവധി ഫത്തഖുല്ലാഹ മസ്തതഅത്തുന്നാണല്ലോ, പരമാവധി പഴുതടച്ച് ഇസ്ലാമിന്റെ ഉസൂലുകളെയൊക്കെ പരിപാലിച്ച് തന്നെയാണ് നടത്തേണ്ടത്. അത് നമ്മൾ ചെയ്തു കഴിഞ്ഞു എന്ന് വന്നാൽ പിന്നെ നമ്മൾ മുന്നോട്ട് പോകണം. നമ്മൾ സ്വയം ഇല്ലാതെയായി പോകുന്ന, നമുക്കൊന്നിനും പറ്റാതെയായി പോകുന്ന ഒരു ചുറ്റുപാട് ശരിയല്ല. ഇനി അത് ആ ഒരു തെറ്റിനെ നമ്മൾ ശരിയായിട്ട് സ്വീകരിക്കുകയാണെങ്കിൽ അതിനെ ഇസ്ലാമിന്റെ പേരിൽ അധ്യാരോപണം നടത്തരുത്. ഇസ്ലാം അങ്ങനെ എന്താ പറയാ എല്ലാ വാതിലും അടക്കുന്ന ഒരു മതമൊന്നുമല്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങൾ പള്ളി ദർസിൽ പണ്ട് ഇതൊക്കെ ഇപ്പോ ഇങ്ങനെ ഏതോ ഒരു പുതിയ സമയത്ത് ജീവിക്കുമ്പോ ഉണ്ടാകുന്ന ബോധോദയങ്ങളൊന്നുമല്ല. പണ്ട് ചൊല്ലി പഠിച്ചിരുന്നാണ് കുട്ടിക്കാലത്ത്. വാലിമുൻ നുസിബ ഫിദ് ദുനിയ ലിയദ്ഫഅ അൻ ഖൽഖിൻ മളറത മാ ഫി ദീനി മുഹ്തസിബ. തട്ടുതടവുകൾ തീർക്കുക എന്നുള്ളതാണ് അധ്യാപകന്റെ പണി, പണ്ഡിതന്റെ പണി. കൂടുതൽ തട്ടുതടവുകൾ ഈ പോകുന്ന വഴിയിൽ കുറെ കല്ലും മണ്ണും വന്നിരിക്കണല്ലോ, എന്നാ ഞാൻ എന്റെ ഭാഗ്യം കെടുക്കട്ടെ 4 കല്ല് അധികം. അതൊക്കെയാണ് പാണ്ഡിത്യത്തിന് ചേരുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഇതൊക്കെ പണ്ട് തന്നെ മഹാന്മാര് പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി യുടെ ഏറ്റവും വലിയ രചന ഇഹ്യാ ഉലൂമുദ്ദീൻ, അതില് അറിവ് എന്ന കിതാബുൽ ഇൽം എന്ന് പറയുന്ന അധ്യായം ശാന്തമായിട്ട് ബാലസാഹിത്യം പോലത്തെ അറബിയാണ്. അറബി ചെറുതായിട്ട് അറിയുന്നവനത് മനസ്സിലാക്കാൻ പറ്റുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന് വായിച്ചാൽ ഒരുപാട് അസുഖങ്ങൾ മാറും. മുന്നോട്ട് പോകണം, ഉമ്മത്ത് മുന്നോട്ട് പോകണം. ഇവിടെ ഇപ്പൊ നിങ്ങൾ ചർച്ചയ്ക്ക് വെച്ചിട്ടുള്ള വിഷയത്തിനോട് ബന്ധപ്പെട്ട് ഇതൊക്കെയാണ് പറയാനുള്ളത്. എന്നാ അത് നടക്കണമെങ്കിൽ അതിന്റെ മാഹവര് വേറെ കുറെ അധികം കാര്യങ്ങൾ പറയാനുണ്ട്. ഇപ്പോ ഒരു സമൂഹത്തിന്റെ പോക്ക്, മുന്നോട്ടുള്ള യാത്ര, അത് ആരോഗ്യകരമായി തീരാൻ ഇപ്പൊ നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തെ പറ്റി സംസാരിക്കുമ്പോ ആ രംഗത്ത്, സാമ്പത്തിക ശാസ്ത്ര രംഗത്തുള്ള പഴുതുകളൊക്കെ അടച്ചാൽ മാത്രം പോരാ. ജീവിതത്തിന്റെ നീറ്റിലെ മേഖലകളിലും നമ്മൾ പലതും ഇവിടെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ചില കായികകൾ, ഉസൂൽ ഉപയോഗിച്ച് പഴുതുകൾ അടച്ച് അങ്ങനെ വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ ഒരു അഭിമാനത്തിന്റെ മാർഗത്തിലേക്ക് നമ്മൾ ഗമിക്കേണ്ടതുണ്ട്. വിഷയത്തിന്റെ ഉള്ളിൽ കടന്ന് ഒരുപാട് പറയാൻ ഈ സമയം പര്യാപ്തമല്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കണമില്ല. പണത്തെ പറ്റി ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നിങ്ങൾക്കൊക്കെ അറിയാം. എല്ലാ പൂർവികരായ ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവന, ലവിസ്തഖ്ബൽതു മിൻ അംരി മസ്തദ്ബർത് ലാ അഖദ്തു ഫുദൂല അംവാലിൽ അഗ്നിയാ വവസ്സഅതുഹാ അലാ ഫുഖറാഇൽ മുസ്ലിമീൻ. ഭരണത്തിൽ ബഹുമാനപ്പെട്ടവർക്ക് ഒരുപാട് ഇരിക്കാൻ പറ്റിയില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഭരണത്തിൽ ഇരുന്ന അത്രയും കാലം ഇനിയും എനിക്ക് ഇരിക്കാൻ പറ്റുകയാണെങ്കിൽ ലവിസ്തഖ്ബൽതു മിൻ അംരി മസ്തദ്ബർത്, ഞാൻ ചെയ്യുമായിരുന്നു. താഴെ പറയുന്ന കാര്യം, ലാ അഖദ്തു ഫുദൂല അംവാലിൽ അഗ്നിയാ, മിച്ചധനം പിടിച്ചടക്കും. വവസ്സഅതുഹാ അലാ ഫുഖറാഇൽ മുസ്ലിമീൻ, അത് മുസ്ലിങ്ങളാണ് അപ്പൊ മുന്നിലുള്ളത്. അപ്പൊ ആ മുസ്ലിങ്ങളുടെ ദരിദ്രവാസികളുടെ ആവശ്യത്തിന് അത് ഞാൻ വിട്ടുകൊടുക്കും. അപ്പോ മിച്ചമുള്ളവരിൽ നിന്ന്, ധനികരിൽ നിന്ന് ആവശ്യം കഴിഞ്ഞ് ബാക്കിയുള്ളത് എടുത്ത് മറ്റൊരിക്കാൻ കൊടുക്കും. ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാണ്. ഖലഖലക്കും മാ ഫിൽ അർദി ജമിഅൻ, ഈ ഭൂമിയിലുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി പടച്ചിട്ടുള്ളതാണ്. മഹാനായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആദ്യം ചെയ്ത കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ ബഹുമാനപ്പെട്ടവർ വളരെ പ്രധാനപ്പെട്ട ഒരു ഭൂമിയുടെ പട്ടയം, ഇന്നത്തെ ഭാഷ കേട്ടോ, അന്ന് പട്ടയം എന്നുള്ള ഭാഷ ഉണ്ടാവില്ല, പട്ടയം പരിശോധിക്കുന്ന ഒരു രംഗം ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഇതാരുടേതാണ്? സദസ്സില് കാര്യങ്ങളൊക്കെ അറിയുന്ന നബിയുടെ കാലത്തൊക്കെ ജീവിക്കുന്ന പിന്നെ ആ സഹാബത്തിനൊക്കെ കണ്ട ആൾക്കാരുണ്ട്. അവരോട് ചോദിച്ചു, ഇതാരുടേതാണ്? ഇത് അങ്ങയുടേതാണെന്ന മറുപടി. എനിക്ക് ഇത് എങ്ങനെ എന്റേതായി? പട്ടയപ്രകാരം, ആചാരപ്രകാരം ഈ ഭൂമി ഫതക്കൽ പിന്നെ ഹുനൈനിലൊരു ഭൂമി, അതാണ് ചരിത്രം നോക്കിയാർക്കും കിട്ടും. ഇതാരും എന്റേത് എങ്ങനെയായി? അത് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഖലീഫയായിരിക്കുമ്പോ കൈകാര്യം ചെയ്തിരുന്നതാണ്, പൊതുസ്വത്താണ്. പിന്നെ അത് അങ്ങയുടെ പിതാവ് അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ വന്നു. കുറച്ച് കഴിഞ്ഞപ്പോ അങ്ങനെ കൈമാറി വന്നപ്പോ അത് സ്വകാര്യ ഭൂമിയായിട്ട് മാറി. അങ്ങനെ ഇപ്പൊ താങ്കളുടേതാണെന്നാണ് മറുപടി. ഉമർ റളിയല്ലാഹു അൻഹു തീ കൊണ്ടുവരാൻ പറഞ്ഞു. ആളുകൾ എന്തിനാന്ന് മനസ്സിലാവണില്ല. തീ കൊണ്ടുവന്നപ്പോ ഈ പട്ടയം നേരെ സദസ്സിന്റെ മുന്നിൽ വെച്ച് കത്തിച്ചു എന്നാണ് ചരിത്രം. പട്ടയം എന്ന് പറഞ്ഞ് ഇനി പതിമ തിരക്കുണ്ടാക്കണ്ട, അത് രേഖ എന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. നമുക്ക് മനസ്സിലാകുന്ന ഭാഷ പട്ടയം എന്നാണ്. അപ്പൊ ചുരുക്കത്തിൽ സ്വകാര്യ പിന്നെ സർക്കാരുകളും മറ്റു വ്യക്തികളും വളരുന്നതിനും വികസിക്കുന്നതിനും ഒക്കെ ഒരു പരിധിയുണ്ട്. മദീനത്ത് മേച്ചിൽപ്പുറങ്ങൾ ഉണ്ടായിരുന്നു, മരുഭൂമിയാണല്ലോ, പിന്നെ പുല്ല് പച്ചപ്പ് വളരെ കുറഞ്ഞ സ്ഥലമാണ്. അപ്പൊ സർക്കാർ വക മേച്ചിൽപ്പുറം ഒട്ടകങ്ങൾക്ക് പുല്ല് തിന്നാൻ നീക്കി വെച്ചിരിക്കുകയാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു നിയമമുണ്ടാക്കി. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഇവരുടെ ഒട്ടകങ്ങൾ അങ്ങോട്ട് കടക്കാൻ പാടില്ല. പൊതുസ്ഥലാണ്. പക്ഷേ ഉമർ എന്നവരുടെ അല്ല, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉസ്മാൻ എന്നവരുടെയും ഒട്ടകങ്ങൾ കടക്കാൻ പാടില്ല. ഒട്ടകങ്ങൾ ഒന്ന് കടന്നാൽ അതിന് പിന്നാലെ എല്ലാം കൂടി കടക്കും. ഇവരൊക്കെ നൂറുകണക്കിന് ഒട്ടകമുള്ള ആൾക്കാരാണ്, കുറച്ച് സ്ഥലമേ ഉള്ളൂ. അതായത് ഒരൊട്ടകവും ഒക്കെ ചാകാലി ഒട്ടകങ്ങളൊക്കെ ഉള്ള സാധുക്കൾക്കുള്ളതാണ്. അപ്പോൾ ഉസ്മാനിന്റെയും അബ്ദുറഹ്മാന്റെയും റളിയല്ലാഹു അൻഹും ഒട്ടകങ്ങൾ കടന്നാൽ പിന്നെ മറ്റുള്ളവർക്ക് ഉണ്ടാവില്ല, അതുകൊണ്ട് അവർ കടക്കാൻ പാടില്ല എന്ന് ബഹുമാനപ്പെട്ട ഉമർ എന്നൊരു ഓർഡിനൻസ് പുറപ്പെടുവിച്ചു. അത് അങ്ങനെയൊക്കെ ഇസ്ലാമിന്റെ ഈ രംഗത്തൊക്കെ ഉള്ള സമീപനം എന്താണെന്ന് മനസ്സിലാക്കുന്ന ധാരാളം കൊച്ചു കൊച്ചു സംഭവങ്ങളുണ്ട്. ഇതെല്ലാം കൂടി ചേർന്ന് രൂപപ്പെടുന്നതാണ് ഇസ്ലാമിന്റെ അടിസ്ഥാന കാഴ്ചപ്പാട്. അതെല്ലാം കൂടി ചേർത്ത് വെച്ച് തന്നെയാണ് നമ്മൾ ഖുർആൻ ആദ്യം വെച്ചിട്ട് ഇതൊക്കെ അതിന്റെ ലിതുബയ്യിന ലിന്നാസി എന്ന് പറഞ്ഞ മാതിരി അതിന് ഉസൂലുകൾ രൂപീകരിക്കുന്നത് അങ്ങനെയായിരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.